ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷമ്മു സ്മാർട്ട് ഡിസൈൻസ്. അപ്പോൾ ഇന്നലെ നമ്മൾ ഈ ഒരു ടോപ്പിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ്ങും അതുപോലെ തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത വർക്കുമാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഞാൻ കാണിക്കുന്നത് ഈ ഒരു ടോപ്പിൻ്റെ ഫ്രണ്ട് വശം എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുൻപൊക്കെ ചെയ്ത പോലുള്ള ഒരു ഡിസൈൻ അല്ല ഇത്, അതുപോലെ തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു വർക്ക് കൂടിയാണ്. എങ്കിലും ഈ ഒരു ടോപ്പ് കണ്ടിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ബിഗിനേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഉപകരിച്ചോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഞാനിതിൽ മുഴുവനായിട്ട് കാണിക്കുന്നില്ല, ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ മാത്രം എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നാണ് കേട്ടോ കാണിക്കുന്നത്. അതിനായിട്ട് നമ്മളിതാ അവിടെ ഫ്രണ്ട് പോർഷൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് നമുക്ക് കട്ട് ചെയ്ത് തരുമ്പോൾ തന്നെ ഇതുപോലെ രണ്ടാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുണ്ടാവുക. ഈ ഒരു ടോപ്പ് വന്നിരിക്കുന്നത് XXL സൈസിലാണ്. അപ്പോൾ ഇതാ ഞാനിവിടെ ഫ്രണ്ട് പോർഷൻ്റെ 2 പീസും എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് തരുമ്പോൾ തന്നെ ഇതുപോലെ സെൻറ്റർ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ കിട്ടുക. അപ്പോൾ ഞാനിതാ ഒരു ഫ്രണ്ട് പീസിൻ്റെ മുകളിലേക്ക് വേറൊരു ഫ്രണ്ട് പീസ് ഇതുപോലെ 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ വേണം നമുക്ക് വെച്ച് കൊടുക്കാനായിട്ട്. പിന്നെ ഇതുപോലുള്ള ടോപ്പുകളൊക്കെ നമുക്ക് റെഗുലറായിട്ട് വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് റയോൺ ആണ്, അതുകൊണ്ട് തന്നെ ഈ ഒരു കാലാവസ്ഥയിലൊക്കെ ഇടാനായിട്ട് ഭയങ്കര സുഖമായിരിക്കും. അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു പീസിൻ്റെ മുകളിലേക്ക് മറ്റൊരു പീസ് ഇതുപോലെ 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ടാണ് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇത് സ്റ്റിച്ച് ചെയ്യാൻ തരുമ്പോൾ തന്നെ അവർ 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കാനുള്ള ഭാഗം മാത്രമാണ് കേട്ടോ വിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് അതിൻ്റെ അറ്റത്ത് കൂടി നെക്ക് തുടങ്ങിയിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതാ ഈ എൻഡ് വശം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. എൻഡ് വശം എന്ന് പറയുമ്പോൾ നമ്മൾ ടോപ്പിൻ്റെ മുകളിലേക്ക് ഒരു 9 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ 9 ഇഞ്ച് ഇതുപോലെ താഴേന്ന് മുകളിലേക്ക് മാർക്ക് ചെയ്ത ശേഷം നമ്മൾ നെക്ക് തുടങ്ങിയിട്ട് ഇതുപോലെ ആ 9 ഇഞ്ച് വിട്ടത് വരെ സ്റ്റിച്ച് കൊണ്ടുവന്ന് നിർത്തുക കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് അവിടെ ഒരു കെട്ട് കൊടുത്തിട്ട് ബാക്കി ആ ഭാഗം ഉണ്ടല്ലോ അതും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഞാനിത് അതിൻ്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അപ്പുറത്തെ സൈഡിലേക്ക് ആക്കിയിട്ടാണ് കേട്ടോ ഒരു സ്റ്റിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു മറുവശം ഇതുപോലെ ചെറിയൊരു ഓപ്പൺ ആയിട്ടായിരിക്കും കാണുക. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ച് കൂടി പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ നെക്ക് തുടങ്ങിയിട്ട് നമുക്ക് ഒരു സ്റ്റിച്ച് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെക്കിൻ്റെ ഈ മുകൾ വശം തുടങ്ങിയിട്ട് നമ്മൾ ഈ 9 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ അതുവരെ സ്റ്റിച്ച് കൊണ്ടുവന്ന് നിർത്തുക. എന്നിട്ട് സൂചി അവിടെ കുത്തി നിർത്തിയ ശേഷം വീണ്ടും നമ്മൾ അപ്പുറത്തെ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്ത പോലെ തന്നെ ഇപ്പുറത്തെ സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ 9 ഇഞ്ച് മാർക്ക് ചെയ്തത് ചെറിയൊരു ഓപ്പൺ ആയിട്ട് നമുക്കവിടെ വേണം, അതുകൊണ്ടാണ് ആ ഭാഗം നമ്മൾ കൂട്ടി യോജിപ്പിക്കാത്തത്. ഇനി 9 ഇഞ്ച് മാർക്ക് ചെയ്തവിടെ സൂചി കുത്തിയെ നിർത്തിയ ശേഷം നമ്മൾ അപ്പുറത്തെ സൈഡ് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ ചെറുതായിട്ടൊന്ന് ഉള്ളിലേക്ക് ഈ ഭാഗവും കൂടി മടക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ആ അവസാനം വരെ ഒരു സ്റ്റിച്ച് കൊണ്ടുവന്ന് നിർത്തുക. അപ്പോൾ ഞാനിതാ ഇവിടെ ഫ്രണ്ട് വശം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ഫ്രണ്ട് പീസും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇത് ജസ്റ്റ് ഒരു ചെറിയൊരു ഓപ്പൺ രീതിക്കുള്ളൊരു ടോപ്പാണ് കേട്ടോ. വലിയ വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, നമുക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ അതുപോലെ ജീൻസിനൊക്കെ നന്നായിട്ട് തന്നെ ചേരുന്നൊരു അടിപൊളി ടോപ്പാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ 2 സൈഡും നല്ല രീതിക്ക് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് 9 ഇഞ്ചിൽ ഇതുപോലെ ചെറിയൊരു ഓപ്പൺ കൂടി ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ക്രോസ് പീസാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഫ്രണ്ട് പീസിന് വേണ്ടിയിട്ടുള്ള ക്രോസ് പീസ് ഞാനിവിടെ നമുക്ക് ചെറിയ പീസായിട്ടായിരിക്കും ഉണ്ടാകുക. ഞാനിതുപോലെ 2 ആക്കിയിട്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് 2 പീസിനെ ഒരു പീസാക്കിയിട്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഇതുപോലെ മടക്കിയ ശേഷം നമുക്ക് ടോപ്പിൻ്റെ ചീത്ത വശത്താണ് കേട്ടോ വെച്ച് കൊടുക്കേണ്ടത്. ടോപ്പിൻ്റെ ചീത്ത വശത്ത് ഇതുപോലെ ചെറുതായിട്ട് ഈ അരികത്തിലൂടെ നമുക്ക് ക്രോസ് പീസ് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ക്രോസ് പീസിൻ്റെ നല്ല വശം ഇതുപോലെ ടോപ്പിൻ്റെ ചീത്ത വശത്തിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഈ ഒരു അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ചെറിയ കട്ടിട്ട് കൊടുത്തിട്ട് നമുക്ക് ക്രോസ് പീസിനെ ടോപ്പിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിലേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് പതിച്ചുകൂടി ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഞാനിവിടെ ഫ്രണ്ട് പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇതുപോലെ വേണം കേട്ടോ ക്രോസ് പീസ് നല്ല ഫിനിഷിങ്ങിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ചീത്ത വശത്തു നിന്ന് ഞാൻ ഇതുപോലെ നല്ല വശത്തേക്ക് മറിച്ചിട്ട് എടുത്തിട്ട് പതിച്ചുകൂടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്ക് വശമൊക്കെ ഇതാ നല്ല രീതിക്ക് തന്നെ ഫിനിഷിങ്ങിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് പീസ് മാത്രമാണ് നമുക്കിപ്പോൾ സ്റ്റിച്ചിങ് കാണിക്കാനുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ഓൾറെഡി ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ കാണിക്കുന്നതിൽ കാണിച്ചിട്ടുണ്ട്.
അപ്പോൾ ഫ്രണ്ട് പീസിൽ ക്രോസ് പീസ് അറ്റാച്ച് ചെയ്തതുപോലെ തന്നെ ഞാനിതാ ഇവിടെ ബാക്ക് പീസിലും ക്രോസ് പീസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ക്രോസ് പീസ് നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പോൾ ഫ്രണ്ട് പീസിൽ ചീത്ത വശത്തിലാണ് വെച്ചത്, പക്ഷേ ബാക്ക് പീസിൽ വയ്ക്കുമ്പോൾ നല്ല വശത്തിൻ്റെ മുകളിൽ വേണം കേട്ടോ ആദ്യം വെച്ച് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇത് രണ്ടിൻ്റെ ഷോൾഡറുകൾ തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ബാക്ക് പീസിൻ്റെ മുകളിലേക്ക്, അതായത് ബാക്ക് പീസിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ക്രോസ് പീസ് ജോയിൻ ചെയ്ത് ആ ഷോൾഡർ പോയിൻ്റ് ഉണ്ടല്ലോ അവിടെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ ഷോൾഡറും കൊണ്ടുവന്ന് നിർത്തുക. എന്നിട്ട് ഒരു കെട്ടിട്ട് കൊടുത്തിട്ട് വേണം ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമുക്ക് ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ രണ്ട് സൈഡും ഇതുപോലെ തന്നെ ഒരു കെട്ടിട്ട് കൊടുത്തിട്ട് 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് രണ്ട് ഷോൾഡറുകളും ജോയിൻ ചെയ്തെടുക്കുക. അതിനുശേഷം ബാക്ക് പീസിൻ്റെ ക്രോസ് പീസ് നല്ല വശത്തിൻ്റെ മുകളിലേക്ക് മറിച്ചിട്ട് എടുക്കണം. പിന്നെ അതിൻ്റെ സെൻറ്ററിൽ ഞാനിതാ ഇവിടെ ഒരു പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് ലേബൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ലേബലൊക്കെ വെച്ച് കൊടുത്തിട്ട് ഞാനിതാ ഷോൾഡറുകൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും തമ്മിൽ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ബാക്ക് പീസിൻ്റെ ക്രോസ് പീസ് ഇതുപോലെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ലേബൽ കൂടി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ള സ്റ്റിച്ചിങ് പാർട്ട് എന്ന് പറയുന്നത്. ഇനി ബാക്കിയെല്ലാം നമ്മൾ നോർമലായിട്ട് എല്ലാ ടോപ്പുകളിലും ചെയ്യുന്നത് പോലെ തന്നെയാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ പറഞ്ഞതുപോലെ സ്ലീവ്സുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ സ്ലീവ്സ് ഓൾറെഡി താഴ്വശം 1 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് നോട്ട് ചെയ്തിട്ട് ഇതുപോലെ ടോപ്പിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതെല്ലാം എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ നമ്മുടെ മുമ്പത്തെ വീഡിയോ ഒക്കെ ഒന്ന് കയറി കണ്ടു നോക്കുക കേട്ടോ. സ്ലീവ്സ് ജോയിൻ ചെയ്ത ശേഷം നമുക്ക് ടോപ്പ് ഒന്ന് മേലടി കൊടുക്കണം, അതായത് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിൽ ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒരു സ്റ്റിച്ച് മാത്രം കൊടുത്താൽ മതി. അതിനുശേഷം ടോപ്പിൻ്റെ താഴ്വശവും കൂടി ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. നമ്മുടെ മുമ്പത്തെ വീഡിയോസിലൊക്കെ ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ ഓപ്പൺ ഇല്ലാത്ത എലൈൻ ടൈപ്പ് ടോപ്പാണ്, അതുകൊണ്ട് ഇതിപ്പോൾ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയൊരു മോഡൽ കൂടിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ടോപ്പിൻ്റെ എല്ലാ സ്റ്റിച്ചിങ് പാർട്ടുകളും ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മൾ എല്ലാ വശവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ടോപ്പിൻ്റെ സൈഡ് കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ താഴ്വശവും 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓപ്പൺ ടോപ്പിന് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ സ്ട്രൈറ്റ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ താഴ്വശം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമ്മൾ ചെറുതായിട്ട് നോക്കിയിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അരികുവശം മടക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഈ ഒരു ടോപ്പിൽ വരുന്നത് നമുക്ക് ബട്ടൺസ് വെച്ച് കൊടുക്കലാണ്. അപ്പോൾ ഞാൻ ടോപ്പിൻ്റെ ഡീറ്റെയിൽ കാണിക്കുമ്പോൾ അതിൽ ഈ ബട്ടൺസ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ശേഷം ഇതിലേക്ക് നമുക്ക് ബട്ടൺസ് വെച്ച് പിടിപ്പിക്കണം. ഒരു ടോപ്പിന് 3 ബട്ടൺ എന്ന നിലയ്ക്കാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത്, അതായത് തുന്നി കൊടുക്കേണ്ടത്. അതായത് സെൻറ്ററിലൊന്നും, ടോപ്പിൻ്റെ ഏറ്റവും നെക്കിൻ്റെ മുകളിലൊന്നും, പിന്നെ നമ്മൾ ഓപ്പൺ വിട്ടില്ലേ താഴ്വശത്ത് 9 ഇഞ്ച് മുകളിലാക്കിയിട്ട് അതിൻ്റെ താഴ്വശത്ത് കൂടി ഒരു ബട്ടൺ വെച്ച് കൊടുക്കുക. അങ്ങനെ ടോട്ടൽ 3 ബട്ടൺസ് വെച്ച് കൊടുക്കണം. അപ്പോൾ കറക്റ്റ് സെൻറ്ററിലായിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് മെഷർമെൻറ്റ് എടുത്തിട്ട് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ജസ്റ്റ് ഇതുപോലെ റഫായിട്ടൊന്ന് വെച്ചിട്ട് ഒന്ന് തുന്നി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്ത ശേഷം നമുക്ക് ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് കാണാം. അപ്പോൾ എല്ലാ ടോപ്പുകളും ഇതുപോലെ തന്നെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ അതാ എല്ലാ ടോപ്പുകളും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതാ ഞാൻ ബട്ടൺസ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, തുന്നി കൊടുത്തിരിക്കുകയാണ് കേട്ടോ. കൈകൊണ്ട് റഫായിട്ട് സൂചി നൂല് ഉപയോഗിച്ചിട്ട് നമുക്ക് തുന്നി കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ കുറേ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ എടുത്തത് ഈ ഒരു കളറാണ്. പിന്നെ ഇത് ഫോൾഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരു അട്ട വെച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ. അതായത് കാർഡ്ബോർഡല്ല, ഒരു ചെറിയൊരു എന്താ പറയുക സിമ്പിളായിട്ടുള്ളൊരു അട്ടയാണ്. അപ്പോൾ ഇത് കൂടിയിട്ട് ഇതിൽ വെച്ച് കൊടുത്തിട്ട് വേണം അതിൻ്റെ ഒരു അളവിന് ഇത് ഫോൾഡ് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത് നെക്കിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കും, നെക്കിൻ്റെ ഭാഗത്താണ് കേട്ടോ വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്ത ശേഷം നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് ഈ ഒരു കാർഡ്ബോർഡിൻ്റെ അളവിൽ കറക്റ്റായിട്ട് ഇതൊന്ന് ഫോൾഡ് ചെയ്ത് വൃത്തിയാക്കി മടക്കിയെടുക്കണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് പുതിയൊരു എന്താ പറയുക രീതിയാണ് കേട്ടോ. നമ്മൾ മുമ്പ് ചെയ്തതൊന്നും ഇതുപോലെയൊന്നും ആയിരുന്നില്ല. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് തന്നെ വൃത്തിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ഫോൾഡ് ചെയ്താൽ കറക്റ്റായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ഇതാ എല്ലാ ടോപ്പുകളും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്.
പിന്നെ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഏതൊരു വർക്കും ആയിക്കോട്ടെ നമ്മൾ ഒന്നിൽ തന്നെ ഒരിക്കലും ആശ്രയിച്ച് നിൽക്കരുത് കേട്ടോ. ഇപ്പോൾ എല്ലാവരും പറയാറില്ലേ നമുക്ക് എപ്പോഴും ഒരു കൈത്തൊഴിൽ ഉണ്ടാകുന്നത് നല്ലതാണെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ. അപ്പോൾ ഒരു കൈത്തൊഴിൽ എന്ന നിലയ്ക്ക് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ കാര്യങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു തടസ്സം വരികയാണെങ്കിൽ നമുക്ക് അതുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സ്റ്റിച്ചിങ് ഫീൽഡിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ മുമ്പ് ചെയ്ത വർക്കിന് ഇപ്പോൾ ഇടയിൽ ഓരോ ഡിലേ വരുന്നുണ്ട്. അതായത് ഒരു ദിവസം ഇടവിട്ടിട്ടൊക്കെയാണ് നമുക്കിപ്പോൾ വർക്ക് വരുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ വെറുതെ സമയം വേസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ വർക്കും നമ്മൾ ചെയ്യാൻ പറ്റാണ്ട് അതുപോലെ നമുക്കൊരു വരുമാനം ഇല്ലാതെ ഇരിക്കുന്നതിനേക്കാളും നല്ലതാണ് ഇതുപോലെ വേറൊരു വർക്ക് കൂടി ഏറ്റെടുക്കുന്നത് കേട്ടോ. ഒരേ സമയം 2 തോണിയിലും കാലിടണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് ഒന്നില്ലെങ്കിൽ മറ്റൊന്ന് കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്ന രൂപത്തിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ വേണമെന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ എനിക്കിപ്പോൾ മുമ്പ് ചെയ്ത വർക്ക് ഇപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം ഗ്യാപ്പ് വരുമ്പോഴും ഇതുപോലെ വേറൊരാളുടെ വർക്കും കൂടി നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടും കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു വർക്കും നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം ഇടവിട്ടിട്ടാണ് കിട്ടാറ്. നമുക്ക് സ്റ്റിച്ചിങ് ഫീൽഡ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.